ഉത്തർപ്രദേശിൽ ലാൻഡിംഗിനിടെ സൗദി വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചു എന്നതാണ്. ലക്നൌ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ ചക്രത്തിൽ നിന്ന് പുക ഉയരുകയും തീപ്പൊരി ഉണ്ടാവുകയും ചെയ്തു. വിമാനത്തിലുണ്ടായിരുന്ന 250 യാത്രക്കാരും സുരക്ഷിതരാണ് എന്ന വിവരം കൂടിയുണ്ട്. ഇത് ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. 6:30-നാണ് വിമാനം ലാൻഡ് ചെയ്തത്. അടിയന്തര നടപടികൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം. ആ വിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, തുടർച്ചയായി നമ്മൾ ഇങ്ങനത്തെ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. വിമാനങ്ങൾക്കുണ്ടാകുന്ന സാങ്കേതിക തകരാർ. ഇവിടെ ഏതായാലും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. മുഴുവൻ യാത്രക്കാരും സുരക്ഷിതരാണ്. ഇത് ഏത് വിമാനമാണ്? മറ്റു വിശദീകരണങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്? അനുജ, സൗദി എയർലൈനിന്റെ വിമാനം ഇന്നലെ 6:30-നാണ് ഈ ലക്നൌവിൽ ലാൻഡ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ ലാൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഇതിന്റെ ലാൻഡിംഗ് ഗിയറിന് സമീപത്ത് നിന്ന് പുക ഉയരുകയും ഒപ്പം തന്നെ ഈ തീപ്പൊരികൾ ഉണ്ടാവുകയും ചെയ്തത്. തുടർന്നൊരു വലിയ ആശങ്ക സൃഷ്ടിക്കുകയും ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം തന്നെ അഗ്നിശമന സേന അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയും ഈ നിലവിലെ സാഹചര്യങ്ങൾ, ആ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഈ സംഭവം ഉണ്ടായ തൊട്ടടുത്ത നിമിഷം വിമാനത്തിലെ 250 യാത്രക്കാരെയും പുറത്തേക്ക് ഒഴിപ്പിച്ചു. അവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനൊരു സാങ്കേതിക തകരാർ ഉണ്ടായത് എന്നെ സംബന്ധിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. നിലവിലൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇതിന്റെ ലാൻഡിംഗ് ഗിയറിന് സമീപത്ത് നിന്ന് ഇത്തരത്തിൽ പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. ജിദ്ദയിൽ നിന്ന് ഇന്നലെ 6:30-നാണ് വിമാനം ലക്നൌവിൽ ലാൻഡ് ചെയ്തത്. ഈ ലാൻഡ് ചെയ്യുമ്പോൾ റൺവേയിലൂടെ വിമാനം നീങ്ങുന്ന ഘട്ടത്തിലാണ് ഇതിന്റെ ലാൻഡിംഗ് ഗിയറിന് സമീപം അതിന്റെ ചക്രങ്ങളുടെ ഭാഗത്തു നിന്ന് പുക ഉയരുന്ന ഒരു സാഹചര്യം ഒപ്പം തീപ്പൊരി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അനുജ, ഇത് ജദ്ദയിൽ നിന്ന് ലക്നൌവിലേക്കുള്ള സൗദി എയർലൈനിന്റെ വിമാനമാണ് അല്ലേ? ഈ 6:30 എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6:30-ന് ലക്നൌ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമ്പോഴാണോ ഈ പ്രശ്നമുണ്ടായത്? അനുജ, പുലർച്ചെ 6:30-നാണ് ഈ വിമാനം ലക്നൌവിൽ ഇറങ്ങിയത്. ഇന്നലെ പുലർച്ചെ 6:30-നായിരുന്നു ജിദ്ദയിൽ നിന്ന് ഈ വിമാനം ലക്നൌവിൽ ഇറങ്ങുന്നത്. ആ ഘട്ടത്തിൽ റൺവേയിലൂടെ, അതായത് ലാൻഡ് ചെയ്ത റൺവേയിലൂടെ ഓടി നീങ്ങുന്ന ആ സാഹചര്യത്തിലാണ് ഇതിന്റെ ലാൻഡിംഗ് ഗിയറിൽ നിന്ന് ഈ ഇത്തരത്തിലൊരു പുക, അത് ആശങ്ക പടർത്തുന്ന രീതിയിൽ, ഒരു നേരിയ പുകയല്ല, ആശങ്ക പടർത്തുന്ന രീതിയിൽ ഒരു പുക ഇതിന്റെ ലാൻഡിംഗ് ഗിയറിന് സമീപത്ത് നിന്ന് ഉയരുന്നു. ഒപ്പം ഈ തീപ്പൊരി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ ഇത് കൃത്യമായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും തൊട്ടടുത്ത നിമിഷം തന്നെ എമർജൻസി മെഷേഴ്സ്, ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എയർപോർട്ട് അധികൃതർ സ്വീകരിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അവിടേക്ക് എത്തുകയും ഇത്തരത്തിൽ ഇതിന്റെ ഈ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം തന്നെ വിമാനത്തിൽ നിന്ന് 250 യാത്രക്കാരെയും ഒഴിപ്പിക്കുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ ഒരാൾക്കും പരിക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. 250 യാത്രക്കാരും സുരക്ഷിതരാണ്. മറിച്ച് ഇതിലൊരു അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു വിമാനത്തിൽ ഇത്തരമൊരു സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇതിന്റെ ഒരു സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. ഒപ്പം ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ഇതെന്താണ് ഇത്തരമൊരു സാങ്കേതിക തകരാർ ഉണ്ടായത് എന്ന് സംബന്ധിച്ച് അറിയില്ല. നിലവിൽ അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു ലാൻഡിംഗ് ഗിയറിൽ നിന്ന് ഒരു തീ പടരുന്ന അല്ലെങ്കിൽ ഒരു പുക ഉയരുന്ന സാഹചര്യം വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അഹമ്മദാബാദ് സംഭവത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി സ്വാഭാവികമായും ആളുകളിൽ ആശങ്ക ഉണർത്തുന്ന ഒന്നുകൂടിയാണ് ഈ സംഭവം. ശരി, ഏതായാലും ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വലിയ അപകടം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായത് എന്നുള്ളത് ഒരു തരത്തിൽ ആശ്വാസകരമാണെന്ന് തോന്നുന്നു. ലക്നൌവിൽ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമ്പോഴാണ് സൗദി എയർലൈൻ വിമാനത്തിന് ഒരു പ്രശ്നം ഇത്തരത്തിലേക്ക് ഉണ്ടായത്. ചക്രത്തിൽ നിന്ന് തീപ്പൊരിയും പുകയും ഉയരുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 250 യാത്രക്കാരെയും ഉടൻ തന്നെ മാറ്റുകയും ചെയ്തു. ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ് അച്യുതൻ നൽകിയ വിവരം. ഇന്നലെ പുലർച്ചെ 6:30-നാണ് ലക്നൌ വിമാനത്താവളത്തിൽ സംഭവം ഉണ്ടായത്.